ഹലോ യുവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ, മേരെ സാഥി. Today also I am giving you some important questions and answers of 10th Kerala syllabus. Okay? അപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ കസ്റ്റാവേ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കസ്റ്റാവേയിലെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കിടക്കാം. കാരണം നമുക്കിനി സമയമില്ല. ദാറ്റ്സ് വൈ നമുക്ക് ആ ഫസ്റ്റ് ആക്ടിവിറ്റി, ദിസ് സ്റ്റോറി കെസ്റ്റാവേ ഈസ് ഫുൾ ഓഫ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കഥയാണ് കെസ്റ്റാവേ. ദെൻ Nilkanta's behavior and actions, responses of Satish and Sarath, and arguments of Kiran for Nilkanta make the main plot of the story. അപ്പോൾ അതിൽ പ്രധാന കേന്ദ്ര കഥാപാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് നിൽക്കാന്തയെ. എന്തൊക്കെയാണ് അതിന് കാരണം? പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ, സ്വഭാവം, പെരുമാറ്റം, അതുപോലെ പ്രതികരണങ്ങൾ, ആരുമായിട്ട്, സതീഷും ശരത്തും കിരണും ഒക്കെ ആയിട്ട്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് മേക്ക് എ റീവിസിറ്റ് ടു ദി സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ. ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ക്യാരക്ടർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ക്യാരക്ടറിൽ നിങ്ങൾ ആ ഫസ്റ്റ് ഓരോരുത്തരുടെ പേര് എഴുതുക, സെക്കൻഡ് ദിസ് വൺ ആൻഡ് തേർഡ് ദിസ് വൺ, അത് എഴുതി വിടുക. ദെൻ നെക്സ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ ക്വാളിറ്റീസ്. ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവാം, ഇതിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് ഓരോരുത്തരുടെ ഗുണം. ചിലപ്പോൾ ക്രൂവലായിരിക്കാം, ചിലപ്പോൾ വളരെ ഹ്യൂമറസ് ആയിരിക്കാം, പല ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്. പിന്നെ തേർഡ് കോളത്തിൽ വരുന്ന സപ്പോർട്ടിങ് ഇൻസ്റ്റൻസസ് അപ്പോൾ അവർക്ക് അവരുടെ അനുകൂലമായിട്ടുള്ള, അവരെ അനുകൂലിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഓരോരുത്തരും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് അതുപോലെ അടുത്ത ആക്ടിവിറ്റി ഞാൻ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറഞ്ഞിരുന്നു, കാരണം സമയമില്ല. ദാറ്റ്സ് വൈ. സെക്കൻഡ് വൺ നമുക്ക് തരുന്നത്, ഇൻ ദി സ്റ്റോറി വി ക്യാൻ സീ ദാറ്റ് വങ്കാസ് ഏർലിയർ ലൈഫ് ഇൻ ദി വില്ലേജ് ഇൻ എ ഷോപ്പ് കോൺട്രാസ്റ്റ് വിത്ത് ഹിസ് പ്രസന്റ് ലൈഫ് ഇൻ മോസ്കോ. അപ്പോൾ വങ്ക എന്നുള്ള സ്റ്റോറിയിൽ അവൻ്റെ പഴയകാല ജീവിതം ഗ്രാമത്തിലെ, അതുപോലെ ഇപ്പോഴത്തെ മോസ്കോയിലെ ജീവിതം ഇവ തമ്മിലുള്ള വ്യത്യാസത്തിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫ് ദെൻ പ്രസന്റ് ലൈഫ്, ഇവിടെ ടെൻഷൻ തമ്മിലുള്ള ഒരു കോൺട്രാക്ഷൻ ആണെന്ന് പറയാം അപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതിലൊരു എക്സാമ്പിൾ ആണ്, ഹി റിമെമ്പേർഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഗോയിങ് ടു ഗെറ്റ് എ ക്രിസ്മസ് ട്രീ അപ്പോൾ അങ്ങനെ ഓർമ്മിക്കുകയാണ് അവൻ്റെ ഗ്രാൻഡ് ഫാദർ അവനൊരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാനായി പോയ കാര്യം പ്രസൻറ്റ് ലൈഫിൽ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ? ഗ്രാൻഡ് ഫാദർക്ക് പോലെ അങ്ങനെ ഓരോ ഇൻസിഡൻറ്റ് എന്ത് ചെയ്തു പഴയ കാലത്ത്, ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ടെൻസും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് കാണിക്കുന്നത്, പാസ്റ്റും ദെൻ പ്രസൻറ്റ്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ കുറേ ടെൻസസൊക്കെ വൈഡായി എടുത്തു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക പഴയ ക്ലാസ്സുകളിൽ. ടെൻസുകൾ എല്ലാം ഉണ്ട്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ക്വസ്റ്റ്യൻ ടാഗ്, സോ മെനി തിങ്സ്. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം ഇനി നിങ്ങൾക്ക് വരാവുന്നതാണ് ആക്റ്റീവ് പാസീവ്, ഇതിൽ വരാവുന്ന ചോദ്യങ്ങളാണ്. ആക്റ്റീവിലൊരു ചോദ്യം തരും, അതിനെ പാസീവിലേക്ക് ആക്കും അപ്പോൾ അതിൽ കുറേ സിമ്പിൾ ട്രിക്സുകളുണ്ട് ആക്റ്റീവിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആക്റ്റീവ് എന്താണ്, പാസീവ് എന്താണ്, അത് സെപ്പറേറ്റായി എടുത്തു തരാം. ഓക്കെ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.